യൂണിവേഴ്സൽ മന്ന സ്റ്റോറിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇറ്റ്സ് മീ ബിജു. ബാംഗ്ലൂരിൽ നിന്നും 50 മൈൽ അകലെയാണ് തുംകൂർ എന്ന സ്ഥലം. തുംകൂറിൽ നിന്നും 6 മൈൽ കൂടി യാത്ര ചെയ്താൽ ദേവരായൻ ദുർഗ എന്ന മലമ്പ്രദേശത്ത് എത്താം. അവിടെയുള്ള കുറ്റിക്കാടുകളിൽ ആശ്രമം സ്ഥാപിച്ച് ഒരു താപസിയുടെ കഥയാണ് ഇന്ന് ഞാൻ പറയാൻ തുടങ്ങുന്നത്. താപസി എന്ന് കേട്ടപ്പോൾ ജഡധാരിയും ഭസ്മലേപനങ്ങളും കാവ്യവസ്ത്രവുമൊക്കെ ധരിച്ച ഒരു സന്യാസിനിയെ നിങ്ങൾ മനസ്സിൽ കണ്ടു കാണും. എന്നാൽ ഈ താപസി അതിഭയങ്കരിയും മനുഷ്യ വിദ്വേഷിയുമായ ഒരു പെൺകടുവയായിരുന്നു. അവളുടെ ചില പ്രത്യേക ആചാരമര്യാദകളും സ്വന്തം താമസസ്ഥലം തിരഞ്ഞെടുക്കുന്നതിൽ കാട്ടിയ പ്രത്യേകതയും ഒക്കെ കൊണ്ട് ആരോ നൽകിയ പേരാണത്. അവൾ നരഭോജിയല്ല, മനുഷ്യമാംസം വെറുക്കുന്നവളുമാണ്. പക്ഷേ മനുഷ്യനെ കണ്ണിന് നേർക്ക് കണ്ടാൽ കൊല്ലും, ഉറപ്പാണ്. ഒരാഴ്ചയ്ക്കകം 3 മനുഷ്യരെ കൊന്ന് ചരിത്രം സൃഷ്ടിച്ച ആളാണ്. ദേവരായൻ ദുർഗ എന്നാൽ വലിയ കാടൊന്നുമല്ല, കുറ്റിക്കാടുകളാണ്. മുൾപ്പടർപ്പുകൾ നിറഞ്ഞ് ഇടതൂർന്ന് വളരുന്ന കുറ്റിച്ചെടികൾ. മലമുകളിലെ പാറക്കൂട്ടങ്ങൾക്കിടയിൽ ധാരാളം ഗുഹകളുണ്ട്. അവയിൽ കാട്ടുമൃഗങ്ങൾക്ക് സുഖമായി കഴിയാം. ഒരു പുലി ഈ ഭാഗത്ത് മുൻപുണ്ടായിരുന്നതത്രേ. എന്നാൽ കടുവ പോലുള്ള വന്യമൃഗങ്ങൾക്ക് ഇണങ്ങിയ പ്രദേശമായിരുന്നില്ല അവിടം. പക്ഷേ എന്തുകൊണ്ടോ നമ്മുടെ കഥാനായികയ്ക്ക് അവിടമങ്ങ് വല്ലാതെ ബോധിച്ചിരുന്നു. ആ കുറ്റിക്കാടുകൾക്ക് ചുറ്റും ഗ്രാമീണരുടെ കൃഷിയിടങ്ങളാണ്. താപസിയുടെ സാന്നിധ്യം ആദ്യമൊന്നും ആരും തന്നെ തീരെ ഗൗനിച്ചിരുന്നില്ല. പക്ഷേ ക്രമേണ ആടുകളും നായ്ക്കളുമൊക്കെ കാണാതാകാൻ തുടങ്ങി. കടുവയാണ് പശുവിനെ കൊന്നത് എന്നറിഞ്ഞ് നാട്ടുകാർ ഓടിക്കൂടി. പക്ഷേ അവരെന്ത് ചെയ്യാൻ? പശുവിനടുത്ത് കരഞ്ഞുകൊണ്ടിരുന്ന വൃദ്ധയെ സമാധാനിപ്പിക്കുവാൻ നോക്കി, അത്ര തന്നെ. ഒടുവിൽ നേരം ഉച്ചയാകാറായപ്പോൾ വെയിലിൻ്റെ കാഠിന്യം സഹിക്കാനാവാതെ അവർ പിരിഞ്ഞുപോയി. എല്ലാവരും പോയിട്ടും വൃദ്ധ മാത്രം മാറത്തടിച്ച് കരഞ്ഞുകൊണ്ട് അവിടെയിരുന്നു. അപ്പോൾ ഒരിക്കലും സംഭവിക്കാത്തത് സംഭവിച്ചു. സാധാരണ വന്യമൃഗങ്ങൾക്ക് ബാധകമായ പെരുമാറ്റ മര്യാദകൾ അനുസരിച്ചാണെങ്കിൽ ഉച്ച സമയത്ത് ഒരു കടുവ പരസ്യമായി മനുഷ്യവാസം ഉള്ള പ്രദേശത്ത് ഇറങ്ങി നടക്കാറില്ല. പക്ഷേ താപസി സാധാരണ കടുവയല്ലല്ലോ. അവൾ താൻ കൊന്നിട്ടിരിക്കുന്ന പശുവിനെ കൊണ്ടുപോകുവാൻ വന്നത് ആ നട്ടുച്ച നേരത്താണ്. വന്നു നോക്കുമ്പോഴുണ്ട് ഒരു തള്ള ഇരുന്ന് കരയുന്നു. ഛേ, ഇതെന്തൊരു ശല്യം എന്ന് കരുതി ആ താപസി വല്യമ്മയുടെ തലക്കെട്ടൊരു ചെറിയ അടി കൊടുത്തു. വല്യമ്മയ്ക്ക് കാലപുരിക്ക് പോകാനുള്ള വിസയായി. അത് മാറി. അവർ പിടഞ്ഞു മരിച്ചു. അതെൻ്റെ വിഷയമല്ല എന്ന ഭാവത്തിൽ അവരെ ഒന്ന് നോക്കുക പോലും ചെയ്യാതെ കടുവ പശുവിനെയും കടിച്ചു വലിച്ചുകൊണ്ട് തൻ്റെ താവളത്തിലേക്ക് പോയി. സന്ധ്യയാകാറായപ്പോഴാണ് വൃദ്ധ മടങ്ങിയെത്തിയിട്ടില്ലെന്ന് അയൽക്കാരായ ഗ്രാമീണർ അറിഞ്ഞത്. അവർ ചെന്ന് നോക്കുമ്പോൾ വൃദ്ധയുടെ മൃതദേഹമാണ് കണ്ടത്. പശുവിൻ്റെ ശവം കാണാനുമില്ല. ഭയന്ന് വിറച്ചുകൊണ്ട് അവർ ഗ്രാമമുഖ്യൻ്റെ അടുത്തേക്ക് ഓടി. മുഖ്യൻ സാമാന്യം ധീരനായിരുന്നു. അയാൾ തൻ്റെ നാടൻ തോക്കുമെടുത്ത് ഏതാനും ശക്തരായ അനുയായികളെയും കൂട്ടി കടുവയെ തേടിയിറങ്ങി. കടുവയുടെ കാൽപ്പാടുകൾ നോക്കി അവർ മുന്നേറി. കുറ്റിക്കാടിനുള്ളിലേക്കാണ് കടുവ പശുവിനെയും കൊണ്ട് കയറിപ്പോയതെന്ന് അവർക്ക് ബോധ്യമായി. അവരുടനെ കാട്ടിലേക്ക് കല്ലുകൾ പെറുക്കി എറിയുകയും ശബ്ദഘോഷങ്ങൾ ഉണ്ടാക്കുകയും ചെയ്തു. പക്ഷേ കടുവ അതൊന്നും അറിഞ്ഞതായി പോലും നടിച്ചില്ല. ഗ്രാമത്തലവൻ തൻ്റെ തോക്കിൽ നിന്നും 2 തവണ വെടിയുതിർത്തു. അതുകൊണ്ടും ഫലമൊന്നും ഉണ്ടായില്ല. ഒടുവിൽ അവരെല്ലാവരും കൂടെ തിരികെ നടന്ന് വൃദ്ധയുടെ മൃതദേഹവും എടുത്തുകൊണ്ട് അവർ ഗ്രാമത്തിലേക്ക് പോയി. പെട്ടെന്ന് കുറ്റിക്കാട്ടിൽ നിന്നും പുറത്തു ചാടിയ കടുവ ഏറ്റവും പിന്നിൽ തോക്കും തോളിൽ വെച്ച് നടക്കുകയായിരുന്ന ഗ്രാമത്തലവനെ ആക്രമിച്ചു. എന്തെന്ന് സംഭവിച്ചതെന്ന് അയാളും കൂട്ടാളികളും അറിയുന്നതിന് മുമ്പ് തന്നെ ആ സാധുവിൻ്റെ ജീവൻ പോയി. ആകെ വിരുണ്ടുപോയ ഗ്രാമീണർ വൃദ്ധയുടെ മൃതദേഹം താഴെയിട്ട് 4 വാർഡും ചിതറി ജീവനും കൊണ്ട് ഓടിപ്പോയി. പിറ്റേന്ന് രാവിലെ കൂടുതൽ ആളുകളെയും വലിയൊരു സംഘം തന്നെ വന്നു നോക്കുമ്പോൾ
2 മൃതദേഹങ്ങളും യാതൊരു പോറലും ഏൽക്കാതെ അവിടെ കിടക്കുന്നുണ്ടായിരുന്നു. താപസി മനുഷ്യമാംസം ഇഷ്ടപ്പെടുന്നില്ലെന്ന് ഇതോടെ തെളിഞ്ഞു. ഈ സംഭവത്തോടെ ഗ്രാമീണരാകെ ഭയവിവശരായി തീർന്നു. 2 ദിവസം കഴിഞ്ഞ് തുങ്കൂറിൽ നിന്നും 2 കഴുതകളുടെ പുറത്ത് കയറ്റിയ സാമാനങ്ങളുമായി ഒരു മനുഷ്യൻ ആ പ്രദേശത്തുകൂടി വരുമ്പോൾ താപസി എവിടെ നിന്നോ ചാടി വീണു. ഒറ്റയടിക്ക് ഒരു കഴുതയെ അവൾ കൊന്നു. അത് കണ്ട് ഭയന്ന് സ്തംഭിച്ചുപോയ 2ാമത്തെ കഴുത ചലനമറ്റ് നിന്നുപോയി. എന്നാൽ ആ യാത്രക്കാരൻ ഉറക്കെ നിലവിളിച്ചുകൊണ്ട് ഓടുകയാണ് ചെയ്തത്. ഈ ഓട്ടം എന്തുകൊണ്ടോ നമ്മുടെ കഥാനായിക്ക് തിരുവള്ളക്കേടുണ്ടായി. അവൾ അയാളുടെ പിന്നാലെ ഓടിച്ചെന്ന് പിടികൂടി ഒറ്റയടിക്ക് കൊന്നു. അയാളെ അവിടെ ഇട്ടിട്ട് അവൾ തിരികെ വന്നു. അപ്പോഴേക്കും 2ാമത്തെ കഴുത തനി മരക്കഴുതയായി അവിടെ തന്നെ പ്രതിമ കണക്കെ നിൽക്കുകയായിരുന്നു. എന്നാൽ താപസി അതിനെ ശ്രദ്ധിച്ചതേയില്ല. താൻ ആദ്യം കൊന്നിട്ട കഴുതയും വലിച്ചുകൊണ്ട് അവൾ കുറ്റിക്കാട്ടിലേക്ക് നടന്നു. സങ്കടകരവും ഒപ്പം അത്ഭുതാവഹവും ഏറെ രസകരവുമായ ഈ വാർത്തകളെല്ലാം അപ്പോൾ പത്രങ്ങളിൽ വന്നുകൊണ്ടേയിരുന്നു. തുടർച്ചയായി ഈ കടുവ താപസിയുടെ ജൈത്രയാത്ര വായിച്ചറിഞ്ഞപ്പോൾ അവളെ ഒന്ന് നേരിട്ട് കാണണമെന്ന് എനിക്ക് തോന്നി. പിന്നെ വൈകിച്ചില്ല. ഞാൻ എൻ്റെ കാറിൽ യാത്ര തിരിച്ചു. 2 മണിക്കൂർ സമയം കൊണ്ട് ദേവരായ ദുർഗയിലെത്തി. ഗ്രാമീണരിൽ നിന്നും കൂടുതൽ വിവരങ്ങൾ ശേഖരിച്ച ശേഷം ഒരു നാട്ടുകാരനെയും ഒപ്പം കൂട്ടി ഞാൻ അവർ പറഞ്ഞ സ്ഥലങ്ങളിലെല്ലാം ഒരു വട്ടം പരിശോധിച്ചു. കുറ്റിക്കാടുകളിലേക്ക് കല്ലെറിഞ്ഞും കമ്പിട്ട് കുത്തിയും പലതരത്തിൽ പ്രകോപനം നടത്തിയെങ്കിലും ഒരു പ്രതികരണവും ഉണ്ടായില്ല. പൊടിപടലം മൂലം കടുവയുടെ കാൽപ്പാടുകൾ തീരെ മാഞ്ഞുപോയിരുന്നു. 4 മണിയോടെ നിരാശരായി ഞാൻ ഗ്രാമത്തിൽ തിരിച്ചെത്തി. എങ്കിലും ഒരു ശ്രമം നടത്താൻ തന്നെ ഞാൻ ഉറച്ചു. ഒരു കാളക്കിടാവിനെ കൊണ്ടുപോയി പാറക്കെട്ടുകൾക്കിടയിൽ മുൾക്കാടുകൾക്കടുത്തുള്ള നീർച്ചോലയുടെ ഭാഗത്ത് കെട്ടിയിട്ടു. ഒരു മച്ചാൻ കെട്ടാനുള്ള സമയം കിട്ടിയില്ല. നേരവും സന്ധ്യയായി. രാത്രി ടിവിയിൽ താമസിച്ചു. പുലർച്ചെ 5 മണിയോടെ ഞാൻ മൂരിയെ കെട്ടിയ സ്ഥലത്തെത്തി. എന്നെ അത്ഭുതപ്പെടുത്തിക്കൊണ്ട് കാള അപ്രത്യക്ഷമായിരിക്കുന്നു. കെട്ടിയ കയർ വലിച്ചു പൊട്ടിച്ചാണ് കടുവ കാളയും കൊണ്ട് പോയതെന്ന് എനിക്ക് ബോധ്യമായി. കാൽപ്പാടുകൾ പരിശോധിച്ചപ്പോൾ പൂർണ്ണ വളർച്ചയെത്തിയ കടുവയാണെന്നും മനസ്സിലായി. കാളയെ വലിച്ചുകൊണ്ടുപോയ പാടുകൾ നോക്കിക്കൊണ്ട് അപ്രതീക്ഷിതമായി ഏതു ഭാഗത്തു നിന്നും അവൾ പ്രത്യക്ഷപ്പെടാൻ സാധ്യതയുള്ളതിനാൽ എല്ലാ ഭാഗത്തും ഒരുപോലെ ശ്രദ്ധിച്ചുകൊണ്ടുമാണ് ഓരോ ചുവടും മുന്നോട്ട് വെച്ചത്. 100-300 അടി അങ്ങനെ തന്നെ ചെന്നപ്പോൾ കാളയുടെ ജഡം കണ്ടു. അതിൻ്റെ കഴുത്തൊടിച്ചാണ് കൊന്നിരിക്കുന്നത്. കഴുത്തിൽ പല്ലുകൾ അമർന്ന പാടുകളുമുണ്ട്. രക്തം ചിതറിക്കിടക്കുന്നു. കാളയുടെ വാൽ കടിച്ചു മുറിച്ച് കുറച്ചകലെ കൊണ്ടുപോയി ഇട്ടിട്ടുണ്ട്. 10-20 അടി അകലെയുള്ള ഒരു മരത്തിൽ കയറി കടുവയുടെ മടങ്ങിവരവും കാത്തിരുന്നു. 9:30 വരെ അപ്പോഴേക്കും ഒരുപറ്റം കഴുകന്മാർ പറന്നെത്തി ചുറ്റും സ്ഥാനം പിടിച്ചു. ഞാൻ താഴെ ഇറങ്ങി കുറെ മരച്ചില്ലുകൾ ഒടിച്ച് കാളയുടെ ജഡം മൂടിയിട്ടു. അല്ലെങ്കിൽ കഴുകന്മാർ അത് തിന്നു തീർക്കും. ഇത്രയും ചെയ്തിട്ട് ഞാൻ ടിവിയിലേക്ക് മടങ്ങിപ്പോന്നു. ഒട്ടും വൈകാതെ 4-5 സഹായികളുമായി ഞാൻ മടങ്ങിയെത്തി. കാള കിടക്കുന്നിടത്ത് സൗകര്യപ്രദമായി അതേ മരത്തിൽ ഒരു മച്ചാൻ കെട്ടിയുണ്ടാക്കി. ആടിനോട് വലിയ ആർത്തിയുള്ള കടുവയാകയാൽ ഒരാടിനെ കൊണ്ടുവന്ന് അവിടെ കെട്ടിയിട്ടു. ആട് ഉറക്കെ കരയുന്നുണ്ടായിരുന്നു. അത് നല്ലതാണെന്ന് എനിക്ക് തോന്നി. താപസി വിവരമറിഞ്ഞ് വേഗം എത്തുമല്ലോ. സഹായികളെയൊക്കെ മടക്കി അയച്ചിട്ട് ഞാൻ മച്ചാനിൽ കയറിയിരുന്നു. ആട് നിരന്തരം കരഞ്ഞുകൊണ്ടിരുന്നു. 6 മണിയോടെ അത്യുച്ചത്തിലായി അതിൻ്റെ നിലവിളി. കടുവ വളരെ വേഗം കാര്യം മനസ്സിലാക്കിയെന്ന് തോന്നുന്നു. അത് ഞാൻ ഒളിച്ചിരിക്കുന്ന മാടം കണ്ടിരിക്കാം. ഒരു കെണി ഒരുക്കിയിരിക്കുകയാണെന്ന് സ്വതവേയുള്ള സഹജബോധം കൊണ്ട് അവൾ മനസ്സിലാക്കി കാണണം. സുരക്ഷിതമായ ഒരകലം പാലിച്ചുകൊണ്ട് മുരളിച്ച തുടർന്നതല്ലാതെ കടുവ ആടിൻ്റെ അടുത്തേക്ക് വന്നതേയില്ല. രാത്രി മുഴുവൻ ഞാൻ കാത്തിരുന്നെങ്കിലും ഫലമുണ്ടായില്ല. ആടിൻ്റെ മേലുള്ള കൊതി അടക്കിക്കൊണ്ട് അവൾ എവിടെയോ മറഞ്ഞു നിന്നു. പാവം, ആടിൻ്റെ പ്രാർത്ഥനയുടെ ഫലമാവാം. പിറ്റേന്ന് പകൽ 3 മണിയോടെ ഒരു കാളക്കിടാവിനെ അതേ സ്ഥലത്ത് കൊണ്ടുവന്ന് കെട്ടിയിട്ടു. ഞാൻ മച്ചാനിൽ കയറിക്കൂടി. രാത്രി 7 മണിയോടെ ഒരു സംഘം ആളുകൾ വിളക്കും മറ്റുമായി വന്നു. എന്നോട് ഒരു വിവരം പറഞ്ഞു.
ഗ്രാമത്തിനടുത്ത് നിന്ന് കടുവ അല്പം മുമ്പ് ഒരു പശുവിനെ തട്ടിക്കൊണ്ടുപോയിരിക്കുന്നു. ഇനി ഈ രാത്രി ഞാനിവിടെ തണുപ്പും സഹിച്ച് ഇരുന്നിട്ട് യാതൊരു ഫലവുമില്ല എന്ന് എനിക്ക് ബോധ്യമായതോടെ ഞാനും താഴെ ഇറങ്ങി ഗ്രാമത്തിലേക്ക് നടന്നു. മൂരിയെ അവിടെ തന്നെ നിർത്തിയിട്ടാണ് ഞങ്ങൾ മടങ്ങിപ്പോന്നത്. ഗ്രാമത്തിലെത്തിയ ശേഷം ഞാൻ ഒരു സഹായിയെയും കൂട്ടി പശുവിനെ തട്ടിക്കൊണ്ടുപോയ ചിറയിലേക്ക് നടന്നു. റൈഫിളിലെ ടോർച്ച് പ്രകാശിപ്പിച്ചുകൊണ്ട് നിരത്തിൻ്റെ നടുവിലൂടെയാണ് ഞങ്ങൾ നടന്നത്. അങ്ങനെ പോകുമ്പോൾ 200 വാര അകലെ നിന്നും പെട്ടെന്നൊരു മുരൾച്ച കേട്ടു. 2 തീഗോളങ്ങൾ പോലെ ടോർച്ച് വെളിച്ചത്തിൽ പ്രതിഫലിക്കുന്ന കടുവയുടെ കണ്ണുകൾ ഞാൻ കണ്ടു. ഞങ്ങൾ നിന്നിരുന്ന സ്ഥലത്തേക്കാൾ ഉയരം കൂടിയ ഭാഗത്താണ് കടുവ നിൽക്കുന്നത്. ഞാൻ അവൾ നിൽക്കുന്ന ഭാഗത്തേക്ക് മെല്ലെ അടുത്തു. ഒരു 100 വാര മുന്നോട്ട് ചെന്ന് ഞാൻ റൈഫിൾ ഉന്നം പിടിക്കാൻ ശ്രമിച്ചപ്പോൾ ഭയന്നുപോയ കടുവ എടുത്തു ചാടി ഓടി കുറ്റിക്കാട്ടിൽ മറഞ്ഞു കളഞ്ഞു. ടോർച്ച് പ്രകാശിപ്പിച്ചുകൊണ്ട് ചിറയിലൂടെ ഞങ്ങൾ മുന്നോട്ട് നടന്നു. അവിടെ ഒരു വലിയ ആൽമരമുണ്ടായിരുന്നു. ഏതാണ്ട് 15 അടി ഉയരമുള്ള അതിൻ്റെ ഒരു ശിഖരത്തിൽ കമഴ്ന്നു കിടന്നുകൊണ്ട് ഞങ്ങളെ നോക്കുന്ന താപസിയെ പെട്ടെന്ന് കണ്ട് ഞാനും സഹായികളും നടുങ്ങിപ്പോയി. സാധാരണയായി ഒരു കടുവ അത്രയും ഉയരത്തിൽ ചാടിക്കയറുക വിഷമമാണ്. അവളുടെ ജ്വലിച്ചുകൊണ്ടിരിക്കുന്ന 2 കണ്ണുകളുടെ കൃത്യം മധ്യസ്ഥലം നോക്കി ഞാൻ നിറയൊഴിച്ചു. വെടിയേച്ചയ്ക്കൊപ്പം കടുവ നിലം പതിച്ച ശബ്ദവും ഞാൻ കേട്ടു. പക്ഷേ അവിടെ ആകെ പരതി നോക്കിയിട്ടും അവളെ കാണാൻ കഴിഞ്ഞില്ല. വെടിയേറ്റിട്ടുണ്ട് എന്ന കാര്യം ഉറപ്പാണ്. ഞങ്ങൾ പിറ്റേന്ന് രാവിലെ എൻ്റെ വഴികാട്ടിയും കൂട്ടി ഞാൻ താപസിയെ അന്വേഷിച്ച് ആ ചിറയിലെത്തി. ചിറയിൽ നിന്നും താഴേക്കുള്ള വഴിയിലൂടെ നടന്ന് തലേന്ന് കടുവ കയറിയിരുന്ന ആൽമരത്തിൻ്റെ ചുവട്ടിൽ ചെന്ന് നോക്കിയപ്പോൾ വെടിയേറ്റ് അവൾ താഴെ വീണതിൻ്റെ വ്യക്തമായ ലക്ഷണങ്ങൾ കാണാനുണ്ടായിരുന്നു. രക്തം ധാരാളമായി അവിടെയെല്ലാം പരന്നു കിടന്നിരുന്നു. വളരെ ശ്രദ്ധാപൂർവം നോക്കിയപ്പോൾ എൻ്റെ റൈഫിളിൽ നിന്നും പാഞ്ഞ വെടിയുണ്ട തറച്ചു കയറിയ ഒരു അസ്ഥിക്കഷ്ണം കാണാൻ കഴിഞ്ഞു. അത്ഭുതം തന്നെ എന്ന് വിചാരിച്ചുകൊണ്ട് ഞാൻ ചോരപ്പാടുകൾ നോക്കി മുന്നോട്ട് നടന്നു. കടുവ പോയ മാർഗം ശ്രദ്ധിച്ചപ്പോൾ ഒരു കാര്യം വ്യക്തമായി. വെടിയേറ്റ കടുവയുടെ കാഴ്ചശക്തി നഷ്ടപ്പെട്ടിട്ടുണ്ടാവാം. ചിലപ്പോൾ കേൾവിയും. അതിൻ്റെ തലയ്ക്ക് ഗുരുതരമായ പരുക്കാണ് ഏറ്റിരിക്കുന്നതെന്ന് ഉറപ്പാണ്. എങ്ങോട്ടെന്നറിയാതെ തെന്നിയും തെറിച്ചുമാണ് കടുവ ഓടിയിരിക്കുന്നത്. കുറെ മുന്നോട്ട് ചെന്നപ്പോൾ ഒരിടത്ത് രക്തം ധാരാളമായി തളം കെട്ടിക്കിടന്ന് കട്ട പിടിച്ചത് കാണാൻ കഴിഞ്ഞു. ഇവിടെ കുറെ നേരം അവൾ കിടന്ന് കാണും. എന്നാൽ അവിടെ നിന്നും അവൾ എങ്ങോട്ടെങ്കിലും ഇരിക്കും. തൊട്ടടുത്തുള്ള മുൾപ്പടർപ്പിനുള്ളിൽ അവൾ കടന്നുകൂടിയിട്ടുണ്ടാവണം. അവിടെ കിടന്ന് ചത്ത് കാണും. അതോ ഇപ്പോഴും ഒടുങ്ങാത്ത പകയുമായി പകുതി ജീവനോടെ തരം പാർത്ത് ഇരിക്കുകയുമാവാം. അതറിയാനായി ഞാനും എൻ്റെ കൂട്ടുകാരനും മാറി മാറി ആ മുൾപ്പടർപ്പിലേക്ക് തുരുതുരെ കല്ലുകൾ എറിഞ്ഞു നോക്കി. അതിന് യാതൊരു പ്രതികരണവും ഉണ്ടായില്ല. ഞാൻ റൈഫിൾ മുൾക്കാടിനെ ലക്ഷ്യമാക്കിക്കൊണ്ട് 4-5 വെടികൾ ഉതിർത്തു. അതിനും മറുപടിയൊന്നും ലഭിച്ചില്ല. അപ്പോഴാണ് എൻ്റെ ചങ്ങാതിക്കൊരു ഐഡിയ തോന്നിയത്. അയാൾ മുൾക്കാടിന് പുറത്തു കണ്ട ഒരു മരത്തിൽ പിടിച്ചു കയറി. അതിന് മുകളിലിരുന്ന് കാടിനുള്ളിലേക്ക് നോക്കിയാൽ കൂടുതൽ വ്യക്തമായ കാഴ്ച കിട്ടും. അയാൾ മരത്തിൽ കയറാൻ തുടങ്ങിയതും എവിടെ നിന്നറിയാതെ ഒരു ഗർജനം മുഴുകിക്കൊണ്ട് കടുവ പുറത്തു വന്ന് അയാൾക്ക് നേരെ ചാടി. അയാളാകട്ടെ ഭയന്ന് അത്യുച്ചത്തിൽ നിലവിളിച്ചു പോയി. ഞാൻ ഒരു നിമിഷാർത്ഥം പോലും പാഴാക്കാതെ താപസിക്ക് നേരെ 3 റൗണ്ട് വെടിയുതിർത്തു. അതോടെ അവൾ ഒരു വശത്തേക്ക് മറിഞ്ഞ് അന്ത്യശ്വാസം വലിച്ചു. എൻ്റെ ചങ്ങാതി ഒരു ദീർഘനിശ്വാസത്തോടെ എൻ്റെ അടുത്ത് വന്നു നിന്നു. അപ്പോഴും ആ സാധു വിറയ്ക്കുന്നുണ്ടായിരുന്നു. പരിശോധനയിൽ അവൾ വൃദ്ധയാണെന്നും ഒരു കോമ്പല് തേഞ്ഞു പോയിട്ടുണ്ടെന്നും മനസ്സിലായി. അതുകൊണ്ടാവാം ഈ ഗ്രാമപ്രദേശത്ത് നിന്നും ആടിനെയും പശുക്കളെയും ഒക്കെ കട്ടുനിന്ന് പുലരാം എന്ന് കരുതി അവൾ ഇവിടേക്ക് വന്നത്. കാട്ടിലാവുമ്പോൾ ഈ മട്ടിൽ എളുപ്പമല്ലല്ലോ ഇരതേടൽ. എന്തായാലും അവളൊരു താപസ് തന്നെ. അതുകൊണ്ടാവാം മനുഷ്യമാംസം ഒരിക്കലും രുചിച്ചു നോക്കുക പോലും ചെയ്യാതിരുന്നത്. മനുഷ്യൻ തന്നെ കൊല്ലും മുൻപേ അവനെ കൊല്ലുക എന്നതാവാം അവളുടെ തത്വസംഹിത.